എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നറൂട്ടോ ടീമിനെ കാണിക്കും. പുതിയ അക്കാദമിക് ഇയറിലേക്കുള്ള കുട്ടികളെ അവരെ ഇൻവൈറ്റ് ചെയ്ത് സംസാരിക്കുകയാണ് നറൂട്ടോ. നറൂട്ടോ ആണെങ്കിൽ അവരോട് പറയും, ഇത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു മൊമെന്റ് ആണ്. അക്കാദമിയിലേക്ക് എത്തി എത്രയും വേഗം നന്നായിട്ട് പഠിക്കണം. അതിനുശേഷം നല്ലൊരു കരിയർ നിങ്ങൾ ഫോം ചെയ്തെടുക്കണം. ഒരു കാരണവശാലും നിങ്ങൾ ആരും തന്നെ പിൻപോട്ട് പോകാൻ പാടില്ല. നമ്മുടെ ഗ്രാമത്തിൽ ശക്തരായ ഷിനോബികൾ ആവശ്യമാണെന്ന് പറഞ്ഞ് നറൂട്ടോ ആണെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ ഇടയിൽ നിൽക്കുന്ന കവാക്കിയെ നോക്കി കണ്ണടച്ച് കാണിക്കും. കവാക്കിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. അവൻ മുഖം തിരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. കവാക്കിയെയും നറൂട്ടോ നിർബന്ധിച്ച് ഇപ്പൊ അക്കാദമിയിൽ ചേർത്തിരിക്കുകയാണ്. കട്ട് ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ ഓരോരുത്തരെയും അവരുടെ ക്ലാസ്സുകളിലേക്ക് അയക്കും. ഹീമാവരിയുടെ അതേ ക്ലാസ്സിൽ തന്നെയാണ് കവാക്കിയും. എല്ലാവരും ഫ്രണ്ട്സായി കൂട്ടുകൂടി ഓരോ ഭാഗത്തിരിക്കുമ്പോൾ കവാക്കി അവൻ മാത്രം ആരോടും മിണ്ടാതെ ഒന്നും സംസാരിക്കാതെ ഒരു ഭാഗത്തിരിക്കുകയാണ്. ഹീമാവരി ആണെങ്കിൽ കവാക്കിയുടെ അടുത്തേക്ക് വരും. ബിഗ് ബ്രദർ കവാക്കി, നിനക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? നീ ഞാനും ഒരേ ക്ലാസ്സിലാണെന്ന് പറയും. അതിനവനാണെങ്കിൽ ടെൻഷനായിട്ട്, എനിക്കിത് തീരെ ഇഷ്ടാവുന്നില്ല. ഇവിടേക്ക് വന്നത് നിന്നെപ്പോലുള്ള കുരുട്ട് പിള്ളേരുടെ കൂടെ ഇരുന്ന് പഠിക്കാനല്ല എന്ന് പറഞ്ഞ് അവനൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്കിൽ നറൂട്ടോയും ഷിക്കമരും അവർ രണ്ടുപേരും ചേർന്ന് കവാക്കിയെ ഹൊക്കാഗയുടെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അതിനുശേഷം ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഹൊക്കാഗയുടെ കയ്യിൽ കൊടുക്കും. ഇവൾ നമ്മുടെ അടുത്തുള്ള ഗ്രാമത്തിലെ പെൺകുട്ടിയാണ്. ഒരു സാധാരണ പെൺകുട്ടിയല്ല, ആ ഗ്രാമത്തിന്റെ പ്രിൻസസ് ആണ്. അവൾ ട്രാൻസ്ഫർ ആയി നമ്മുടെ അക്കാദമിയിലാണ് ഇനി മുതൽ ട്രെയിനിങ് എടുക്കുക. ഒരു പ്രിൻസസ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട്. ആരൊക്കെയോ ചേർന്ന് അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ നമ്മുടെ അക്കാദമിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവൾക്കൊരു പ്രൊട്ടക്ഷനായി നീയും അവളോടൊപ്പം ഉണ്ടാവണം. സോ ഇന്നു മുതൽ പുതിയ ബാച്ചിൽ നിന്നെയും ഞങ്ങൾ അക്കാദമിയിൽ ചേർക്കാൻ പോവുകയാണെന്ന് പറയും. അത് കേട്ട് അവൻ ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഇനി പഠിക്കാനൊന്നും താല്പര്യമില്ല. അതിന് നറൂട്ടോ ആണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ലീവ് വില്ലേജിന് വേണ്ടി നീ ഇത് ചെയ്യണം. പഠിക്കാനല്ല, അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിനക്ക് തരുന്ന ഒരു മിഷനാണിത്. ഈ മിഷൻ ചെയ്യാൻ നമ്മുടെ ഗ്രാമത്തിൽ ഇന്നുള്ള ഏക ആള് നീ തന്നെയാണ്. ബൊറൂട്ടോ ടീം ഓൾറെഡി അവരുടെ അക്കാദമിക് കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയവരാണ്. അതുകൊണ്ട് അവരെ ഈ മിഷൻ ഏൽപ്പിക്കാനാവില്ല. കൊച്ചുകുട്ടികൾക്ക് പ്രൊട്ടക്ട് ചെയ്യാനും പറ്റില്ല. സോ എനിക്ക് വേണ്ടി ഈ വില്ലേജിന് വേണ്ടി നീ ഇത് ഏറ്റെടുക്കണം എന്ന് പറയും. മനസ്സില്ലാ മനസ്സോടുകൂടെ കവാക്കി അത് ആക്സെപ്റ്റ് ചെയ്യും. നിന്നോടൊപ്പം അക്കാദമിയിൽ ഹീമാവരി ഉണ്ടാവുമെന്ന് പറയും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയും വേഗം അവളുടെ ഫാദർ അദ്ദേഹം ആ വില്ലന്മാരെ കണ്ടെത്തും. അതിനുശേഷം നിനക്ക് അക്കാദമിയിൽ നിന്ന് തിരികെ വരാമെന്ന് പറയും. അത് കേട്ട് അവൻ ഡബിൾ ഷോക്കാവും. കട്ട് ചെയ്ത കൊവാക്കിയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ്. ഇവിടെ അക്കാദമിയിൽ അവരുടെ ടീച്ചേഴ്സ് വരും. ഓരോരോ കുട്ടികളായിട്ട് ഇപ്പൊ അവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഉടനെ ഹീമാവരി ആണെങ്കിൽ എഴുന്നേറ്റ് വന്ന് അവൾ ഹൊക്കാഗയുടെ മകളാണെന്ന് പറയും. കേൾക്കേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും ഷോക്കാവും. അതിനുശേഷം വീണ്ടും ഓരോരുത്തരായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം നറൂട്ടോ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞ ആ ഒരു പ്രിൻസസിനെ കാണിക്കും. അവളും അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അവള് ഒരു പ്രിൻസസ് ആണെന്ന് അറിയേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഭയങ്കര അത്ഭുതം. അവസാനമായിട്ട് കവാക്കി ആണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഒരു ടെററായിട്ടുള്ള ഇൻട്രോ കൊടുക്കുകയാണ്. കുട്ടികളാണെങ്കിൽ അവന്റെ ഇൻട്രോ കേട്ട് പേടിയാവും. കുട്ടികളാണെങ്കിൽ അവന്റെ ഇൻട്രോ ഒക്കെ കേട്ട് പേടിച്ച് നിൽക്കുകയാണ്. ഓ നോ, ഈ മുതുക്കൻ അവൻ നമ്മളോടൊപ്പം പഠിക്കാൻ വന്നതാണോ? അവന്റെ അടുത്ത് സൂക്ഷിച്ച് നിൽക്കണം, അല്ലെങ്കിൽ അവൻ നമ്മളെ ഇടിച്ച് സൂപ്പാക്കുന്നൊക്കെ ചിന്തിച്ച് അവർ പേടിച്ച് നിൽക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് ഹീമാവരിയും മറ്റൊരു പെൺകുട്ടിയും അവർ രണ്ടുപേരും ആ പ്രിൻസസിനോട് സംസാരിക്കും. ആ പ്രിൻസസ് ആണെങ്കിൽ എല്ലാവരോടും വളരെ സ്നേഹത്തിൽ പെരുമാറുകയാണ്. കൊവാക്കി ആണെങ്കിൽ ഷിക്കമരുവും നറൂട്ടോവും അവന് കൊടുത്ത ഇൻസ്ട്രക്ഷൻ പ്രകാരം അവളുടെ അടുത്തേക്ക് വന്ന് വളരെ ഗൗരവമായിട്ട് സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് അവന്റെ ഉദ്ദേശം. പക്ഷെ അവന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് പേടിയാവും. ചുറ്റുമുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് പേടി തോന്നും. അത് കേട്ടൊരു പയ്യനാണെങ്കിൽ ഇപ്പൊ കവാക്കിയോട് ദേഷ്യപ്പെടും. ആ പെൺകുട്ടി ഒരു പ്രിൻസസ് ആണ്, അവളോട് അല്പം മര്യാദയ്ക്ക് സംസാരിക്കുക. അതിന് കവാക്കി ആണെങ്കിൽ കുറെ കൂടെ ദേഷ്യപ്പെട്ട് അവളോട് സംസാരിക്കുകയാണ്. അത് കേട്ട് പ്രിൻസസിനാണെങ്കിൽ അവളുടെ പേടി വർദ്ധിക്കും. അടുത്ത നിമിഷം ടീച്ചർ അവരവിടേക്ക് എത്തി സ്റ്റുഡൻസിനോട് എല്ലാവരോടും അവരുടെ സ്ഥലത്ത് പോയിരിക്കാൻ പറയും. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ടീച്ചറാണെങ്കിൽ ഇപ്പൊ സ്റ്റാഫ് റൂമിലേക്ക് വന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. മറ്റൊരു ഭാഗത്ത് ഹീമാവരി വീട്ടിലേക്ക് വന്ന് ക്ലാസ്സിൽ നടന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എല്ലാവരോടും ഷെയർ ചെയ്യാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ പുതുതായിട്ട് ഒരു പ്രിൻസസ് വന്നിട്ടുണ്ടെന്ന് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ കൊവാക്കിയുടെ അക്കാദമി പഠനങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ച് അവനെ കളിയാക്കുകയാണ്. അതിൽ ദേഷ്യപ്പെട്ട് കൊവാക്കി അവിടെ നിന്ന് കടന്നു പോകും. ഹീമാവരി ആണെങ്കിൽ ഇപ്പൊ കൊവാക്കിയുടെ അടുത്തേക്ക് വരും. എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട്. അതിന് കൊവാക്കി പറയും, ഞാനിപ്പോ വളരെ ടയർഡാണ്, എന്താണെങ്കിലും അത് നമുക്ക് നാളെ സംസാരിക്കാം, എനിക്കിപ്പോൾ റെസ്റ്റ് ആവശ്യമാണെന്ന് പറഞ്ഞ് അവൻ പോയി റെസ്റ്റ് എടുക്കുകയാണ്. ഹീമാവരി തല താഴ്ത്തി ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. കൊവാക്കിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അക്കാദമിയിലേക്ക് വന്ന്
അവൻ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. എല്ലാവരും അവന് കുറച്ച് വട്ടുണ്ടെന്നാണ് കരുതിയിരിക്കുന്നത്. അത് കേട്ട് ബൊറൂട്ടോ ചിരിക്കും. കുഴപ്പമില്ല, ആദ്യമായിട്ടല്ലേ അക്കാദമിയിലേക്കൊക്കെ വരുന്നത്, അതിന്റെ പ്രശ്നം അവനുണ്ടാവും, പതിയെ അതൊക്കെ ഓക്കെ ആവുമെന്ന് പറഞ്ഞ് അവളെ ബൊറൂട്ടോ സമാധാനിപ്പിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ടീച്ചറാണെങ്കിൽ ഹൊക്കാഗമാരെ കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. ഓരോരോ ഹൊക്കാഗമാരെ കുറിച്ചും അവരുടെ ചരിത്രങ്ങളും ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ ഇവിടെ കൊവാക്കി ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അവന്റെ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും ആ പ്രിൻസസിനെ ഇംപ്രസ് ചെയ്യുക, അവളോട് ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. അവൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ കിടക്കും. ടീച്ചറാണെങ്കിൽ ഇപ്പോൾ കൊവാക്കിയുടെ പേര് വിളിക്കും. കൊവാക്കി ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ടീച്ചർ ഹൊക്കാഗമാരെ കുറിച്ച് വാക്കിയോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങുകയാണ്. അത് കേൾക്കേണ്ട താമസം അവൻ വിളിച്ചു പറയും, 7th ഹൊക്കാഗയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ പേര് നറൂട്ടോ ഉസുമാക്കി എന്നാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അത് എച്ചിറാക്കി റാമൻ. മാത്രമല്ല അദ്ദേഹത്തിന് റെസറങ്ങൺ പവർ അതൊക്കെ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തിന്റെ ബോഡിയിൽ കുറാമ എന്ന് പറയുന്ന ഒരു 9 tail ഫോക്സ് ഉണ്ട്. 7th ഹൊക്കാഗയെ കുറിച്ച് പറയുന്നത് കേട്ട് ഇപ്പൊ ബാക്കിയുള്ള കുട്ടികൾ ഷോക്കാവും. ഒരുപക്ഷെ ഇവൻ 7th ഹൊക്കാഗയുടെ ഫാൻ ആയിരിക്കുമെന്ന് കുട്ടികൾ പറയും. ടീച്ചറാണെങ്കിൽ അവനോട് ബാക്കിയുള്ള ഹൊക്കാഗമാരെ കുറിച്ച് ചോദിക്കും. അതിനവൻ പറയും, എനിക്ക് ആകെ അറിയാവുന്നത് 7th ഹൊക്കാഗയെ കുറിച്ച് മാത്രമാണ്. ഉടനെ ടീച്ചർ ഓക്കെ പറഞ്ഞ് അവനവിടെ ഇരിക്കുകയാണ്. കുട്ടികളെല്ലാം അവന്റെ ഈ ഒരു ഡിഫറെന്റ് നേച്ചർ നോട്ടീസ് ചെയ്ത് ഇപ്പോ ഹിമാവരിയോട് ഇവൻ ശരിക്കും നിന്റെ വീട്ടിൽ തന്നെ ഉള്ളവനാണോ ചോദിക്കും. അതിനവള് പറയും, അതെ, ഇവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞ് അവളും ഇപ്പൊ കൊവാക്കിയെ ശ്രദ്ധിക്കാൻ തുടങ്ങും. കൊവാക്കി ആണെങ്കിൽ ഫുൾ ടൈം ആ പ്രിൻസസിനെ തന്നെ നോക്കിയിരിപ്പാണ്. കാര്യം പിടികിട്ടിയ ഹേമാവരി അവള് നൈസായി ഇപ്പൊ കൊവാക്കിയുടെ അടുത്തേക്ക് വന്ന് പറയും, എനിക്ക് മനസ്സിലായി, നിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആ പ്രിൻസസുമായിട്ട് കൂട്ടുകൂടുക എന്നല്ലേ. നിനക്ക് അവളെ അത്ര ഇഷ്ടമാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞൂടെ. അതല്ല എങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത് അവളെ ഇംപ്രസ് ചെയ്യും. അവൾക്ക് ഏറ്റവും ഇഷ്ടം അത് റൊമാൻറ്റിക് ബുക്സ് ആണെന്ന് പറയും. കവാക്കിക്കാണെങ്കിൽ വിഷനെ കുറിച്ചുള്ള സീക്രട്ട് അത് ഹേമാവരി അറിയുമെന്നുള്ള ടെൻഷൻ അത് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവനൊരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് ഇവിടുന്ന് നൈസായിട്ട് മുങ്ങും. പിന്നീട് ലൈബ്രറിയിൽ വന്ന് ഒരു നല്ല റൊമാൻറ്റിക് ബുക്ക് വാങ്ങുകയാണ്. പിന്നീട് ഒരു ഷോപ്പിൽ വന്ന് ഒരു റൊമാൻറ്റിക് ബുക്ക് വായിക്കുകയാണ്. ആ ഷോപ്പ് ഓണർ ആണെങ്കിൽ ആ ബുക്കിലേക്ക് ഒന്ന് നോക്കും. സത്യത്തിൽ നിനക്ക് ഈ ഒരു ബുക്ക് തന്നെയാണോ വേണ്ടതെന്ന് ആള് രണ്ടാമതും ചോദിക്കുകയാണ്. അതിന് കൊവാക്കിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അതേന്നും പറഞ്ഞ് ആ ബുക്ക് വാങ്ങി തിരികെ ക്ലാസ്സിലെത്തും. ക്ലാസ്സിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മീഡിയാസ് പ്രിൻസസിന്റെ ഇന്റർവ്യൂ എടുക്കുകയാണ്. ഓക്കെ, കുഴപ്പമില്ല, അവൾ ഒറ്റയ്ക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ബുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് പ്രിൻസസ് ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് വന്നിരിക്കും. ആ സമയം കൊവാക്കി ആണെങ്കിൽ ആ കാര്യങ്ങളൊന്നും അറിയാതെ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. പിന്നീട് ടീച്ചറാണെങ്കിൽ ട്രെയിനിങ് എടുക്കാൻ സ്റ്റുഡൻസുമായിട്ട് പുറത്തേക്ക് വരും. അതിനുശേഷം അവർ ഷുരീങ്കൻ ട്രെയിനിങ് എടുക്കുകയാണ്. നമ്മൾ മുൻപ് കണ്ട ആ ചെമ്പമുടിയൻ പയ്യൻ അവനാണെങ്കിൽ കറക്റ്റായിട്ട് ഷുരീങ്കൻ കറക്റ്റ് സ്ഥാനത്ത് കൊള്ളിക്കുകയാണ്. അതിനുശേഷം അവൻ പ്രിൻസസിനെ നോക്കി സ്റ്റൈലായിട്ട് നിൽക്കും. അവൾക്കാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടമാവും. ആ ചെമ്പമുടിയൻ ഇപ്പൊ കൊവാക്കിയെ വെല്ലുവിളിക്കുകയാണ്, നിനക്ക് വേണമെങ്കിൽ അസിസ്റ്റന്റ് ആയിട്ട് കൂടാം, ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറയും. കൊവാക്കിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഉടനെ കൊവാക്കി ആണെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. അവരാണെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. കൊവാക്കി സിമ്പിളായി അവനങ്ങനെ ഉരുട്ടി താഴെയിടും. ടീച്ചേഴ്സ് ആണെങ്കിൽ ആ പയ്യന്റെ പരിക്ക് പറ്റിയ ഭാഗത്തൊക്കെ മെഡിസിനൊക്കെ തേച്ച് കൊടുക്കുകയാണ്. പക്ഷെ ആ ചെമ്പമുടിയും പയ്യനാണെങ്കിൽ അത് ഒരുപാട് നാണക്കേടാവും. അവൻ എങ്ങനെയെങ്കിലും കൊവാക്കിയെ തോൽപ്പിക്കാൻ അക്കാദമിയിലുള്ള ഒരു സീക്രട്ട് റൂമിലേക്ക് വരും. അവിടെ വെച്ച് അവന്റെ ശ്രദ്ധയിൽ ഒരു സ്ക്രോൾ പെടുകയാണ്. മറ്റൊരു ഭാഗത്ത് കൊവാക്കി ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് ശേഷം ആ പ്രിൻസസിനെ ഇപ്പോൾ ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അവനാണെങ്കിൽ അവൻ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ആ ബുക്ക് അത് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അവളത് സന്തോഷത്തോടു കൂടെ ഏറ്റുവാങ്ങുന്ന ആ നിമിഷം ആ ചെമ്പമുടിയൻ സ്ക്രോളുമായിട്ട് അവിടേക്ക് പാഞ്ഞെത്തും. കൊവാക്കി എന്നെ തോൽപ്പിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് അവൻ ആ സ്ക്രോൾ വിരിച്ചു വെച്ച് ഇപ്പൊ സമറിൻ ജിപ്സു അത് അവേക്കൻ ചെയ്യാണ്. കൊവാക്കിയും പ്രിൻസസും ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടും. അടുത്ത നിമിഷം അതിൽ നിന്നൊരു പവർ പുറത്തേക്ക് വന്ന് ആ ചെമ്പമുടിയനെ അടിച്ച് തെറിപ്പിച്ച് ഒരു മോൺസ്റ്റർ പുറത്തേക്ക് വരികയാണ്. കൊവാക്കി ആണെങ്കിൽ പ്രിൻസസിനെ സേഫായി അങ്ങനെ തൂക്കിയെടുക്കും. അതിനുശേഷം പ്രിൻസസിനോട് അവനെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യാൻ പറയും. അവള് പേടിച്ച് അവനെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യാണ്. കൊവാക്കി അവന്റെ ഫുൾ പവർ എടുത്ത് ഇപ്പൊ ആനിമലിനെ ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയിൽ സമറിൻ ജിപ്സു അതങ്ങനെ തകർന്ന് ആനിമൽ ഇല്ലാതാവും. പ്രിൻസസ് ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ഉടനെ കൊവാക്കി അവളെ ആശ്വസിപ്പിച്ച് ആ ബുക്ക് കൊടുത്ത് അവിടുന്ന് കടന്നു പോകും.
കട്ട് ചെയ്ത പ്രിൻസസ് അവൾ വീട്ടിലേക്ക് എത്തി ആ ഒരു ബുക്ക് വായിക്കും. ഇവിടെ കൊവാക്കി ആണെങ്കിൽ നറൂട്ടോയോട് നടന്ന ഇൻസിഡൻസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതിന് നറൂട്ടോ പറയും, മിടുക്കനാണ്, നിന്നെ കൊണ്ട് ഈസി ആയിട്ട് എല്ലാം ചെയ്യാൻ കഴിയും, അതിനോടൊപ്പം നീ അക്കാദമിയിലുള്ള കാര്യങ്ങൾ അത് പഠിക്കുകയും ചെയ്യണമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ഡോറിന്റെ മറുപുറത്ത് നമ്മുടെ ഹേമാവരി അവൾ ആ കാര്യങ്ങളെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.